നമ്മൾ ഈ വീഡിയോയിൽ കൂടി പരിശോധിക്കുന്നത് നമ്മുടെ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ പുതുതായിട്ട് ഡ്രൈവിംഗ് പഠിക്കുന്ന ആൾക്കാർക്ക് ഗിയർ ഇടുന്നതിൽ വളരെയധികം പ്രശ്നങ്ങൾ വരാറുണ്ട്. പലപ്പോഴും നമ്മൾ ഫസ്റ്റ് ഗിയറോ സെക്കൻഡ് ഗിയറോ ഇടുന്ന് മാറിപ്പോവുകയോ എവിടെയെങ്കിലും തിരക്കുള്ള സ്ഥലത്തൊക്കെ പോയി നിന്ന് പെട്ടെന്ന് ഗിയർ ഇടുമ്പോൾ നമുക്ക് ഗിയർ ബോക്സിലേക്ക് അല്ലെങ്കിൽ ഗിയറിന്റെ ലിവറിലേക്ക് നോക്കേണ്ട പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതിനായി നമ്മുടെ കൈയുടെ ഒരു പൊസിഷൻ ക്രമീകരിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കൂടി ഒന്ന് പരിശോധിക്കാം. അപ്പോൾ നമ്മുടെ ഗിയർ ലിവർ ഈ രീതിയിലാണ് നിൽക്കുന്നത് നമുക്കറിയാം. ഓരോ പൊസിഷൻ നമുക്കറിയാം. നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, 4, മുകളിലേക്കൊന്ന് 5, വലത്തോട്ട് വന്നാൽ 6. ഇതാണ് നമ്മുടെ ഗിയറിന്റെ പൊസിഷനിൽ വരുന്നത് നമുക്കറിയാം. അപ്പോൾ ഇത് ഇടുന്നതിന് മുമ്പായി നമ്മളിപ്പോൾ ന്യൂട്രലിൽ കിടക്കുന്ന ഒരു വാഹനമാണ്. ക്ലച്ച് ചവിട്ടി നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മുടെ കൈ ഈ രീതിയിലായിരിക്കണം വരേണ്ടത്. നിങ്ങളുടെ കൈ ഈ രീതിയിൽ വരാൻ നിങ്ങൾ എപ്പോഴും മനസ്സിൽ ആ ഒരു രീതിയിലേക്ക് എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ക്ലച്ച് ചവിട്ടുന്നു, ഫസ്റ്റ് ഗിയറിലേക്ക് ഈ രീതി പിടിക്കുന്നു, മുകളിലേക്ക് പ്രസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്ത് കൃത്യമായി ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെ മുകളിലേക്കുള്ള ഗിയറിലേക്ക് വീഴുന്നതാണ്. തുടർന്ന് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ നിന്നും സെക്കൻഡിലേക്ക് മാറുകയാണെങ്കിൽ വീണ്ടും നമ്മൾ ക്ലച്ച് ചവിട്ടി വീണ്ടും അതുപോലെ കൈ ഇങ്ങനെ തന്നെ പോകുന്നു. ഇതേ രീതിയിൽ വെച്ചുകൊണ്ട് താഴേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് താഴേക്ക് 2 പ്രാവശ്യം വലിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയറിലേക്കും വരുന്നു. സെക്കൻഡ് ഗിയറിൽ ഓടിക്കുന്ന വാഹനം നിങ്ങൾ തേർഡ് ഗിയറിലേക്ക് മാറ്റാനാണെങ്കിൽ നമ്മുടെ കൈ ഈ രീതിയിൽ വയ്ക്കുക. പച്ച നേരെ ക്ലച്ച് ചവിട്ടിങ്ങനെ മുകളിലേക്കും തള്ളുമ്പോൾ കൈ ഇതുപോലെ തന്നെ ആ ഒരു ഗിയർ ലിവർ നേരെ ഇങ്ങനെ നിൽക്കുന്നു. വേറെ ഒന്നും ചെയ്യാതെ കൈ ഇങ്ങനെ വെച്ച് മുകളിലേക്ക് ഒന്നുകൂടെ പ്രസ് കൊടുക്കുക. തേർഡ് ഗിയറിലേക്ക് പോകുന്നു. തേർഡ് ഗിയറിൽ ഓടിക്കുന്ന ഒരു വാഹനം പെട്ടെന്ന് നമുക്ക് ടോപ്പ് ഗിയറിലേക്ക് മാറാൻ വേണ്ടി നമ്മൾ വീണ്ടും കൈ ഇതുപോലെ വയ്ക്കുന്നു, നേരെ താഴേക്ക് വലിക്കുന്നു. സ്ട്രൈറ്റ് താഴേക്ക് വലിച്ചാൽ അത് 4ാമത്തെ ഗിയറിലേക്ക് വരുന്നതാണ്. ഇനിയാണ് നമ്മൾ 4ാമത്തെ ഗിയറിൽ നിന്നും നമ്മൾ തിരിച്ച് 5ാമത്തെ ഗിയറിലേക്കാണ് മാറാൻ പോകുന്നത്. 5ാമത്തെ ഗിയറിലേക്ക് മാറുമ്പോൾ കൈ ഈ രീതിയിൽ വയ്ക്കുന്നു, തിരിച്ച് നമ്മളിങ്ങനെ മുകളിലേക്ക് പ്രസ് ചെയ്യുന്നു. കൈയുടെ പൊസിഷൻ ഇങ്ങനെ ആകുന്നു. വലത് ഭാഗത്തേക്ക് നമ്മുടെ സ്റ്റിയറിംഗിന്റെ ഭാഗത്തേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ക്ലച്ച് ചവിട്ടിക്കൊണ്ട് മുകളിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 5ാമത്തെ ഗിയറിലേക്കായി. ഇനി നമ്മൾ 5ൽ നിന്നും തിരിച്ച് നമ്മൾ വാഹനം നിർത്തുമ്പോൾ തിരിച്ച് നമുക്ക് ബ്രേക്ക് ചെയ്ത് വാഹനം നിർത്തുന്നു. തുടർന്ന് നമുക്ക് വരേണ്ടെന്ന് പറയുന്നത് ന്യൂട്രലിലേക്കാണ് ആക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ രീതിയിൽ തന്നെ കൈവച്ച് താഴേക്ക് വലിച്ച് ന്യൂട്രൽ പൊസിഷനിലേക്ക് വരുന്നു. ന്യൂട്രൽ പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ന്യൂട്രലാക്കി പെട്ടെന്ന് തന്നെ വാഹനം വേഗത കുറയുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് വീണ്ടും അടുത്ത ഗിയറിലേക്ക് മാറേണ്ടത്. നിങ്ങൾ സെക്കൻഡിലേക്ക് മാറണമെങ്കിൽ ഇങ്ങനെയൊക്കെ കൈ നേരെ ഈ സൈഡിലേക്ക് ഇങ്ങനെ തിരിക്കുക, അങ്ങോട്ടേക്ക് ചേർക്കുക, താഴേക്ക് വലിക്കുക. സെക്കൻഡ് ഗിയറായി. തുടർന്ന് വാഹനം നിന്നുപോയി വാഹനം നിൽക്കുന്ന സമയത്താണെങ്കിൽ തിരിച്ച് വീണ്ടും നമ്മൾ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്തിട്ട് വാഹനം നിർത്തിയിരിക്കുകയാണ്. തുടർന്ന് നമ്മൾ ഇവിടെ നിന്ന് കൈ ഈ രീതിയിൽ തന്നെ വയ്ക്കുന്നു, നേരെ ഇങ്ങനെ തന്നെ പ്രസ് ചെയ്ത് നേരെ ഇങ്ങനെ തന്നെ കൈ പൊസിഷൻ പിടിച്ച് മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിലേക്ക് പോകുന്നു. ഫസ്റ്റ് ഗിയറിൽ നിന്നും നമ്മൾ ശ്രദ്ധിക്കുക, കൈ ഇതേ രീതിയിൽ തന്നെ നമ്മൾ പിടിക്കുന്നു, ഇങ്ങനെയാണ് ചേർത്തുകൊണ്ട് സെക്കൻഡ് ഗിയർ ഇടുന്നു, കൈ രീതിയിൽ തിരിക്കുന്നു, മുകളിലേക്ക് ആക്കുന്നു, തിരിച്ചു കൊണ്ട് മുകളിലേക്ക് വീതാൽ കൈയും പാം മെത്തേഡ് കൈയുടെ ഇരിക്കുന്ന നമ്മുടെ കൈപ്പത്തി ഇരിക്കുന്ന രീതി ആലോചിക്കുക. ഇങ്ങനെ വരുന്നു, തിരിച്ചവിടെ നേരെ താഴേക്ക് വലിക്കുന്നു, 4ാമത്തെ ഗിയറിലേക്ക് വരുന്നു. 4ൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ തള്ളി വലത് ഭാഗത്തേക്ക് തിരിച്ച് മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ 5ാമത്തെ ഗിയറിലേക്ക് പോകുന്നു. 5ൽ നിന്ന് നമ്മൾ തിരിച്ച് നേരെ താഴേക്ക് വലിച്ച് തിരിച്ച് നമുക്ക് ഏതാണ് ഗിയർ നമുക്ക് കൈയുടെ പൊസിഷൻ ഇങ്ങനെ മനസ്സിലാകും. അപ്പോൾ പാം മെത്തേഡ് എന്ന് പറയുന്ന കൈയുടെ പൊസിഷൻ ഇങ്ങനെ മനസ്സിലായി. ഈ രീതിയിൽ പോയി ഫസ്റ്റ്, സെക്കൻഡും തിരിച്ച് ഈ രീതിയിൽ വെച്ചുകൊണ്ട് തേർഡ്, തിരിച്ച് ഇതേ രീതിയിൽ താഴേക്ക് വലിക്കുന്നു. തിരിച്ച് ഇതേ രീതിയിൽ വന്ന് കൈ ഇങ്ങനെ തിരിച്ച് മുകളിലേക്ക് 5ാമത്തെ ഗിയർ. തിരിച്ച് നമ്മൾ ന്യൂട്രലാക്കി വണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ റിവേഴ്സ് ഗിയറാണ് ഇടാൻ പോകുന്നതെങ്കിൽ കൈത ഈ രീതിയിൽ വരിക, ഇങ്ങനെ വന്ന് ഇങ്ങോട്ടേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് റിവേഴ്സ് ഇടുക. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഈ രീതി ഒന്ന് ഉപയോഗിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.